നമസ്കാരം. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരെല്ലാം സംഘികളാക്കി സൈബർ ആക്രമണം നടത്തുകയാണ് സൈബർ സഖാക്കൾ. രചന നാരായണൻകുട്ടി, ചിത്ര, രേവതി തുടങ്ങിയവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഇതിനിടയിൽ വലിയ രീതിയിൽ താരങ്ങളുടെ പേരിൽ വ്യാജ പ്രചാരണങ്ങളും സൈബർ ഇടത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നടി ഉർവശിയുടെ പേരിലാണ് അത്തരമൊരു വ്യാജ പ്രചാരണം. ഭാര്യയുടെ ഗർഭത്തിൽ സംശയിച്ച് അവളെ വനത്തിൽ ഉപേക്ഷിച്ച രാമൻ ഒരു ദൈവമാണെന്ന് കരുതുന്നില്ല. അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് BJPയുടെ രാഷ്ട്രീയ രാമനെ എന്ന് ഉർവശി പറഞ്ഞു വന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. ഇടത് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. രാമനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നടി ഉർവശിയുടെ പോസ്റ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അത് BJPക്കെതിരായ വലിയ ആഘോഷമായി മാറി. മലയാളം ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയുടെ അഭിപ്രായം വൈറലായി എന്നും സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ താൻ തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ ചെങ്ങമനാട് തിരക്കിലായിരുന്നു ഉർവശി. ഇങ്ങനെയൊരു സംഭവം താരം അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇതേക്കുറിച്ച് അറിഞ്ഞതോടെ താരം ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. വൈകാതെ സമൂഹ മാധ്യമത്തിൽ ഉർവശി തന്നെ ഒരു നിഷേധക്കുറിപ്പുമായി രംഗത്തെത്തി. എൻ്റെ പേരിൽ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന രീതിയിൽ ചില പോസ്റ്റുകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ മനസാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് അതിലൂടെ പ്രചരിക്കുന്നത് എന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്നും നടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേരിൽ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന രീതിയിൽ ചില പോസ്റ്റുകൾ പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ മനസാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് അതിലൂടെ പ്രചരിക്കുന്നത് എന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ആത്യന്തികമായി ഞാനൊരു കലാകാരിയാണ്. അഭിനയത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത്. രാഷ്ട്രീയ വർഗീയ സ്പർദ്ധയോ അനുഭാവമോ പുലർത്തുന്ന ഇത്തരം വ്യാജ പോസ്റ്റുകളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള പങ്കുമില്ലെന്ന് അറിയിച്ചു കൊള്ളട്ടെ. ഒരു കലാകാരിക്ക് എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനസ്സായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം എല്ലാവരുടെ വിശ്വാസങ്ങളെയും ഒരേപോലെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ഈശ്വര വിശ്വാസി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുകയും പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രിയ കലാകാരി എന്ന നിലയ്ക്ക് എൻ്റെ അഭ്യർത്ഥനയാണത് എന്ന് നിങ്ങളുടെ സ്വന്തം ഉർവശി എന്ന് പറഞ്ഞാണ് താരം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം നേരത്തെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിൽ ഒരാളായിരുന്നു നടി രേവതി. നേരത്തെ ജയ് ശ്രീറാം എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട സമയമാണെന്ന് കുറിപ്പുമായിട്ടായിരുന്നു നടി രാമൻ്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിലൂടെ താനൊരു വിശ്വാസിയാണെന്ന് അടിവരയിടുന്ന മനോവികാരമാണ് ഉണ്ടാകുന്നതെന്ന് രേവതി സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിരുന്നു. അയോധ്യയിൽ പ്രതിഷ്ഠിച്ച രാമൻ്റെ ചിത്രത്തോടൊപ്പമാണ് രേവതി കുറിപ്പ് പങ്കുവച്ചത്. ബാലനായ രാമൻ്റെ വശീകരിക്കുന്ന മുഖം കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ എന്തോ ഇളകി മറിഞ്ഞെന്നും ഹിന്ദുവായി ജനിച്ചവർ സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും രേവതി പറഞ്ഞിരുന്നു. ശ്രീരാമൻ്റെ ഗൃഹപ്രവേശം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു എന്നും ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നും രേവതി പറയുന്നു. ഇന്നലെ ഒരു മറക്കാനാവാത്ത ദിവസമായിരുന്നു. രാംലല്ലയുടെ വശീകരിക്കുന്ന മുഖം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്തരമൊരു അനുഭൂതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അത്യധികം സന്തോഷം തോന്നി. എൻ്റെ ഉള്ളിൽ എന്തോ ഇളകി മറിയുകയായിരുന്നു. ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങൾ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മതേതര ഇന്ത്യയായ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതവിശ്വാസങ്ങളെ വ്യക്തിപരമായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിൽ അത്ഭുതമില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ. ശ്രീരാമൻ്റെ ഗൃഹപ്രവേശം പലരുടെയും ചിന്തകളെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ ആദ്യമായി ഞങ്ങളത് ഉറക്കെ പറഞ്ഞു. ഞങ്ങൾ വിശ്വാസികളാണ്, ജയ് ശ്രീറാം എന്നായിരുന്നു രേവതിയുടെ വാക്കുകൾ. അതേസമയം തൻ്റെ അഭിപ്രായം പങ്കുവച്ചതിൻ്റെ പേരിൽ രേവതിക്കെതിരെ സൈബർ ആക്രമണവും നടന്നിരുന്നു.